നമസ്കാരം. അതെ, ദാ പിടിച്ചോ. ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചേക്കേ. ശരി മാഡം, ചെയ്തേക്കാം. ആന്റി, ആ ആന്റി, പറയും മോനെ. എനിക്ക് ആന്റിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മോനെ? നിങ്ങൾ എന്നെ ഇങ്ങനെ മോനെന്ന് വിളിക്കുന്നത് കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണെന്നറിയോ? പനിനീർപ്പൂവിനെ പോലെ കുളിരേകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, എന്ത് പറയാനാ. ഇപ്പൊ ആ സുഖമൊക്കെ നരകത്തിലേക്ക് ഒഴുകുന്നത്. കഷ്ടകാലം നല്ലത് എന്താ എന്താ ഉണ്ടായേ? എന്നോട് പറഞ്ഞോ? നിങ്ങളുടെ പുന്നാരമോട് കാണിച്ചു കൊടുത്ത പണികളുണ്ടല്ലോ, അതിന് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അവൾ എന്ത് ചെയ്തെന്നാ? അവള് കാച്ചിലിൽ വളർന്ന പെണ്ണല്ലേ, ഞാൻ അവളെക്കാളും മൂത്തതുമല്ലേ. അവൾ അതിന്റെ ഒരു അല്പം മര്യാദയെങ്കിലും എന്നോട് കാണിക്കണ്ടേ? അത് ന്യായമല്ലേ? അപമാനിക്കുന്ന രീതിയിൽ അവൾ എന്താ പറഞ്ഞത്? അവൾ എന്നോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഒരു അമ്മയെ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ലേ? അല്ല, അവള് നിങ്ങളുടെ സ്വന്തം മകള് തന്നെയല്ലേ? ആ പ്രശ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിലേ അതൊരു പഞ്ചസാര ഇല്ലാത്ത ചായ പോലെയാ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കുറ്റം പറയരുതേ. ഇതെന്താ കജ്ജലക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള പ്രായമായോ? ഇവൻ ഇതെന്തൊക്കെയാ പറയുന്നേ? ഷാവൻ, ഒന്ന് നിക്ക്. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എന്താ അമ്മേ? അമ്മയ്ക്ക് മോൻ ഒരു കാര്യമില്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ? എന്താന്ന് വെച്ചാ പറയാമേ, അപ്പൊ തുടങ്ങിക്കോ. കാജലയെ കുറിച്ച് നീ മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, അതും കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ. അയ്യോ എന്റെ പൊന്ന അമ്മേ, എല്ലാം പച്ചക്കള്ളാ. അവൾ അമ്മാവന്റെ വീട്ടിൽ എങ്ങനെ ജനിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവള് വെറും പെണ്ണല്ല, ഒരു മരം കയറി പെണ്ണാ. നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ അനിയനെയും കുടുംബത്തെയും കുറിച്ചാണെന്ന് തോന്നുന്നല്ലോ. ഏയ് അല്ല, ഞങ്ങള് ചിറ്റപ്പനെ കുറിച്ചൊന്നുമല്ല, അതിനെ കുറിച്ചൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ പരാതി ഉണ്ടെങ്കിൽ അത് പറയുക തന്നെ വേണം. ഞാൻ അവന്റെ ചേട്ടനായതുകൊണ്ട് ആ ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷെ ഇവിടെയുള്ളവരാരും ഒരു വാക്ക് പോലും പറയില്ല. അതെ അച്ഛാ, അച്ഛൻ പറഞ്ഞ പിന്നെ അതിൽ അപ്പീലില്ലമ്മേ. അതെ അമ്മേ, അമ്മയ്ക്കറിയില്ല ശരിക്കുള്ള. അതാ അതെ, എനിക്കിവിടെ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ കംഫർട്ടബിളാണ്. യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ശരിക്കും ഞാനൊരു പോലീസുകാരനാണെങ്കിലും പലപ്പോഴും ഞാനൊരു അധ്യാപകനാണെന്ന് തോന്നിപ്പോവും. കുട്ടികളെ തല്ലിയതിനു ശേഷം മാറി നിന്ന് കരയുന്ന അധ്യാപകൻ. ബേബി സർ, ഇതിനു മുമ്പ് വന്ന ഓഫീസേഴ്സ് എല്ലാം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ഒരു അല്പം പോലും അതിൽ നിന്ന് മാറിയിട്ടുമില്ല. അതെ അതെ അതെ, എന്ത് നാണക്കേടാ. ആക്ച്വലി എന്തിനാ മറ്റുള്ളവരുടെ സന്തോഷം സമാധാനം ഒക്കെ നശിപ്പിക്കുന്നത്? ജീവിച്ചു പൊക്കോട്ടെ. ഈ സ്ഥലത്ത് അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലെന്നേ. ഇതൊക്കെ ഫാം ഫിഷ് അല്ലേ? ഫാം ഫിഷ് ഒന്നും ഇവിടെ ആരും കഴിക്കാറില്ല. ഇത് നല്ല ഫ്രഷായ തടാകത്തിൽ നിന്നുള്ള മീനാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നല്ലാതെ. ബേബി സാറിന് ഈ മീനം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ടുപോയി. നിങ്ങളാരും തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. മീൻ മുറിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് എല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റത്തുമില്ലെന്നേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി, അതിന് പറ്റിയ ആൾക്കാരെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചേക്കാം. അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളും. മീൻകറി വെക്കാൻ ഇവിടെ ആളുണ്ട്. ചേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നാ. പക്ഷെ ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഒരു ചെറിയ മീൻ കട്ട് ചെയ്യുന്നതും ഇതുപോലെ ഒരു വലിയ മീൻ കട്ട് ചെയ്യുന്നതും അത്ര ഈസി ഉള്ള കാര്യമൊന്നും അല്ല. പറഞ്ഞത് ശരിയാ. ഈ മീൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാനൊന്നും പറ്റില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുമിച്ചിരുന്ന് കഴിക്കാം. സ്റ്റേഷനിലുള്ളവർക്കും കൊടുക്കാം. അവിടെ ഒരുപാട് ക്രിമിനൽസ് ഒക്കെ ഉള്ളതാണല്ലോ. ഞങ്ങൾ അവിടെ ആരും ലോക്കപ്പിനകത്ത് ഇടാറില്ല. എന്നാ ഞങ്ങള് ഇത് എടുത്ത് വെച്ചേക്കാം. ഈ 2 മീനും കൊണ്ടുപോയി ആ കാരണത്ത് വെക്കണോ? സാറേ, വെച്ചേക്കാം. ഒന്ന് വെച്ചിട്ട് ഒന്ന് നമുക്ക് അങ്ങ് എടുത്തേക്കാം. എടി പെണ്ണേ, എടി പെരുങ്കള്ളി, എന്താ വേണ്ടേ? എന്തിനാ ഇങ്ങനെ തൊണ്ട കീറി അത് നീ നിലവിളിക്കുന്നേ? പറഞ്ഞത് ശരിയാ. നിന്റെ അച്ഛൻ നിനക്കിട്ട പേരുണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഒച്ച വെച്ചാലേ കേൾക്കാൻ പറ്റൂ. അത് ഞാൻ വിളിക്കുമ്പോഴേ പെരുങ്കള്ളിന്നായി പോവും. ഈ കാര്യത്തിൽ എന്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ? എല്ലാവരും അവരുടെ ഭാര്യമാരെ എത്ര സ്നേഹത്തോടെയാ പേര് പറഞ്ഞ് വിളിക്കുന്നേ. നിങ്ങൾക്കും അതുപോലെ ഒരു പേര് പറഞ്ഞ് എന്നെ വിളിച്ചൂടെ? എനിക്കും അങ്ങനെയൊക്കെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ കിട്ടണ്ടേ. നിനക്ക് ചേരുന്ന പേരൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാത്തിനും ഒരു കാരണം പറഞ്ഞോളൂ. നിങ്ങൾ എങ്ങനെ വിളിച്ചാലും ഞാൻ നിങ്ങളുടെ ഭാര്യ. അങ്ങനെ വിളിച്ചില്ലേലും അങ്ങനെ അത് നീ തന്നെയാ. പറഞ്ഞത് ശരിയാ. എല്ലാവർക്കും ഷൗൺ. എന്നെ കുറിച്ച് ആർക്കും ഇവിടെ ഒരു ചിന്തയുമില്ല. എല്ലാം എന്റെ തലയിൽ. കാജല, ഒന്നിങ്ങി വന്നേ. എന്താ കാര്യം? എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പെണ്ണായിട്ട്. ഈ വലിയ താലൂക്ക്ദാർ ഫാമിലിയില് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പെണ്ണായിട്ട്.
എന്നെ പോലൊരു സുന്ദരിയായ പെൺകുട്ടിയുടെ മുമ്പിൽ ഒച്ച എടുക്കുന്നത് നല്ലതല്ല. ആ അതും കറക്റ്റാ. ഇവളെ എന്തിനാ നീ ഇത്രയും ദേഷ്യത്തോടെ വിളിച്ചത്? ഷാവുനുമായിട്ട് നീ വഴക്ക് വല്ലതും ഉണ്ടാക്കിയോ? എന്നാര് പറഞ്ഞു? ഷാവുൻ ഷോൺ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഞാനാണെങ്കിൽ അയാളെ കണ്ടിട്ട് 3 ദിവസത്തിൽ കൂടുതലായി. പക്ഷേ അവൻ എന്തോ ആംഗിളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ദൈവമേ, കള്ളനില് കള്ളൻ പെരും കള്ളനാണല്ലോ നമ്മുടെ അങ്കിളുടെ വീട്ടിൽ വന്ന് ജനിച്ചിരിക്കുന്നത്. അയാൾ മനുഷ്യരാണോ അതോ കള്ളനോ? പറ. കാസ്ല, അയാൾ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയാ. മറ്റൊരാളായി ഞാൻ കണ്ടിട്ടില്ല. ഒരമ്മയ്ക്ക് ജനിച്ചതല്ലെങ്കിലും എനിക്ക് ദൈവം തന്ന സമ്മാനമാണ് എന്റെ ഏട്ടൻ. അയാളെ കുറിച്ച് ഒരു വാക്ക് പോലും തെറ്റായി പറയരുത്. അവന്റെ കാര്യത്തിൽ നീ എന്തിനെങ്ങനെ ഒച്ചയുണ്ടാക്കുന്നേ? അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താ മതി. എന്റെ അമ്മോ, ഇപ്പൊ നിങ്ങൾ എന്നോട് വളരെ ദേഷ്യത്തിലാണല്ലോ സംസാരിക്കുന്നത്. എന്റെ ചേട്ടനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അറിയാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകും മോളെ. നിനക്കറിയില്ലേ, ചേട്ടനും അനിയനും അത്രമാത്രം സ്നേഹത്തിലാ. നീ എന്തിനാടി അതൊക്കെ പറഞ്ഞത്? ആന്റിയല്ലേ തുടങ്ങിയത്. എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പെൺകുട്ടികളായ അടക്കം ഒതുക്കവും വേണം, എങ്കിലേ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. പെൺകുട്ടികളും ആൺകുട്ടികളെ പോലെ തുടങ്ങിയാലേ പിന്നെ കുടുംബം ചിന്നാഭിന്നമാകും. എന്നെ കൊണ്ട് പറ്റില്ല. ഇന്ന് കീരിയും പാമ്പും ഏറ്റുമുട്ടാൻ ഞാൻ ചാലഞ്ച് ചെയ്യാ, പക്ഷെ പാമ്പും കീരി എവിടെ കാണാനില്ലല്ലോ. വെറുതെ ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കുറച്ചൊക്കെ ആണത്തെന്ന് പറഞ്ഞ സാധനം വേണം. താലൂക്ദാർ ഫാമിലിയിൽ ഒരു പെണ്ണിന്ന് തോൽക്കാൻ പോവാ. എനിക്കത് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. അതെ, ആ ക്യാഷ് ഇങ്ങ് തന്നേക്ക്, അത് ഞങ്ങൾക്കുള്ളതാ.